റോമക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മളുടെ പ്രത്യാശ? മറ്റൊന്നിലുമല്ല, മറ്റാരുമല്ല, ക്രിസ്തുവാകുന്നു നമ്മളുടെ പ്രത്യാശ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ആ പ്രത്യാശ എന്നുള്ള വാക്കിൻ്റെ അകത്ത് നമ്മൾ ആ വാക്കിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് യേശു നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി നമ്മളുടെ പ്രത്യാശ ക്രൈസ്റ്റ് ആകുന്നു. ഈ ക്രൈസ്റ്റിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നിരാശപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല. ത്രൂ പരിശുദ്ധാത്മാവിലൂടെ. അതായത് യേശു നമ്മളിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ യേശു ആണ് നമ്മളുടെ പ്രത്യാശ. നമ്മൾ ഓരോ സമയവും യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു കാര്യത്തിലാണെങ്കിലും അതിൻ്റെ അകത്ത് ദൈവമിട്ട അൾട്ടിമേറ്റ് പ്ലാനാണ്. നിൻ്റെ വിശ്വാസം നീ ക്രൈസ്റ്റിൽ അർപ്പിച്ചാൽ, എൻ്റെ നാമത്തിൽ, പുത്രൻ തന്നെ പറയാണ്, എൻ്റെ നാമത്തിൽ നീ പിതാവിനോട് എന്ത് ചോദിച്ചാലും അത് നിനക്ക് ലഭിക്കും. എന്ത് ചോദിച്ചാലും അത് നിനക്ക് ലഭിക്കും. അതായത് കേവലം ഒരു ജോലി ആയിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, സാമ്പത്തികം ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നല്ല ജീവിതം ആയിക്കോട്ടെ, വാട്ട് എവർ, എന്തൊരു ബ്ലെസ്സിങ് ആണെങ്കിലും ദൈവം അത് തന്നിരിക്കും ത്രൂ ക്രൈസ്റ്റ്. ഈ ക്രൈസ്റ്റ് ആകുന്നു നമ്മളുടെ പ്രത്യാശ. കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ: മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ക്രൈസ്റ്റ് ആയിരിക്കുന്ന പ്രത്യാശയും പരിശുദ്ധാത്മാവിലൂടെ പിതാവിൻ്റെ സ്നേഹവും നമ്മളിലേക്ക് ചൊരിയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മനുഷ്യൻ, ഇത് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ ക്യാരി ചെയ്യുന്നത് ട്രിനിറ്റിനെ ആകുന്നു. അതായത് ലിറ്ററലി പറയുവാണെങ്കിൽ നിൻ്റെ അണ്ടറിലാകുന്നു സകല കാര്യങ്ങളും. ഒറ്റ കാരണം, ആ അണ്ടറിൽ വരുന്നതിൻ്റെ കാരണം ഞാനും നീയും ഇപ്പോൾ വഹിക്കുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിനിറ്റിക്കകത്താകുന്നു. കാര്യം ഈ 3 പേര് നമ്മളിൽ വസിക്കുക ഒറ്റ സ്പിരിറ്റായി. പുത്രനായ കർത്താവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നിൽ വസിക്കുകയാണ്. ഈ വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫയറായിട്ടോ, ഒരു വിൻഡായിട്ടോ, ഒരു സ്വപ്നമായിട്ടോ, ഒരു പ്രവചനമായിട്ടോ, ഒരു ബ്ലെസ്സിങ് ആയിട്ടോ അല്ല, ആത്മാവായി വസിക്കുന്നു. ഈ ആത്മാവിനെ വഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും പിതാവിൻ്റെ സ്നേഹത്താൽ കവേർഡായിട്ടിരിക്കുന്നു, പിതാവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. അതാ നമ്മളുടെ ചുറ്റും പിതാവിൻ്റെ സ്നേഹമാണ് നമ്മളെ കവർ ചെയ്തിരിക്കുന്നത്. ഏതോ അന്ധകാരത്തിൻ്റെ ശക്തിയോ ഏതോ പിശാചിൻ്റെ പ്രലോഭനങ്ങളോ അല്ല നമ്മളെ കവർ ചെയ്തിരിക്കുന്നത്. പകരം പരിശുദ്ധാത്മാവാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെ കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റുക. നിങ്ങളെ തന്നെ നോക്കി പറഞ്ഞിരിക്കുന്ന നെഗറ്റീവുകളെ മാറ്റുക. നിങ്ങളെ തന്നെ നിങ്ങൾ വിധിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥകളെ മാറ്റുക. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. നമ്മളുടെ ചുറ്റും പാപവും നമ്മളുടെ ചുറ്റും അന്ധകാരവും നിറഞ്ഞ ലോകമല്ല, ശാപം നിറഞ്ഞ ലോകമല്ല, എന്ത് ചെയ്താലും ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ലോകമല്ല. പകരം ക്രിസ്തു ആകുന്നു, കർത്താവാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് മഹത്വത്താലാകുന്നു, പിശാചിനാലല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് മഹത്വത്താലാകുന്നു. ഇതേ മഹത്വത്തെ ക്യാരി ചെയ്യുന്ന, ഇതേ മഹത്വത്തിൻ്റെ സ്വഭാവമുള്ള ക്രൈസ്റ്റ് ആകുന്നു ഇപ്പോൾ നമ്മളിൽ വസിക്കുന്നത്. ഇതേ സ്വഭാവമുള്ള ക്രൈസ്റ്റ് ആകുന്നു ഇപ്പോൾ എനിക്ക് മുമ്പേ നടക്കുന്നത്. ഇതേ സ്വഭാവമുള്ള ക്രൈസ്റ്റ് ആകുന്നു എനിക്ക് വേണ്ടി സകല കാര്യങ്ങളും നിവൃത്തിയായി എന്ന് ക്രൂശിൽ പ്രഖ്യാപിച്ച്, എനിക്ക് വേണ്ടി സകല കാര്യങ്ങളുടെ മുകളിൽ അധികാരം സ്ഥാപിച്ച്, സകലത്തിൻ്റെയും മേൽ വിജയം വരിച്ച് എനിക്കിന്ന് സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ഇതേ ക്രിസ്തുവിൻ്റെ ആത്മാവുന്നു നമ്മളുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നെഗറ്റീവുകൾ മാറ്റുക. മഹത്വം നിങ്ങളെ പൊതിയാൻ പോകുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇപ്പോൾ നമ്മളിൽ വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെന്നല്ല. രോഗം ഇനി ആ ശരീരത്തുണ്ടാവാൻ പാടില്ല. ശാപം ഇനിയും ആ ശരീരത്തുണ്ടാവാൻ പാടില്ല. രോഗം, ബന്ധനം, സകലതും ഇനി ആ ശരീരത്തുണ്ടാവാൻ പാടില്ല. ദൈവം അനുവദിക്കാത്ത ഒരു കാര്യങ്ങളും ഇനിയും ആ ശരീരത്തുണ്ടാവാൻ പാടില്ല. ഒറ്റ കാരണമേ ഉള്ളൂ: നീ ദൈവത്തിൻ്റെ ആലയമാകുന്നു. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ പരിപൂർണതയാകുന്ന ക്രിസ്തു ആകുന്നു ഇപ്പോൾ എന്നിൽ വസിക്കുന്നത്. ഇതേ ദൈവത്തിൻ്റെ പരിപൂർണതയാകുന്നു ഇപ്പോൾ നമ്മളിൽ ഉൾക്കൊള്ളുന്നത്, നമ്മളിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഏതൊരു വിഷയത്തിന് മുമ്പിൽ നീ പ്രഖ്യാപിക്കുക വിജയത്തെ. വിജയം ഓൾറെഡി യേശു കാൽവരി ക്രൂശിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെ വളർത്തട്ടെ, നിങ്ങളെ ഉറപ്പിക്കട്ടെ. നിങ്ങളുടെ സമാധാനം
മഴ പോലെ പെയ്തിറങ്ങട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ.